മീനച്ചൂടിൽ ഭൂമി വെന്തുരുകുമ്പോൾ പ്രകൃതിയുടെ വരദാനമായ കടമ്പ് മരങ്ങൾ പൂവിട്ടിരിക്കുന്നു. ഇത് കടമ്പ് പൂക്കും കാലമാണ്. കദംബ, ആറ്റുതേക്ക് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ മരം ഇന്ത്യ, ശ്രീലങ്ക, മലയ എന്നീ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അപൂർവ വൃക്ഷങ്ങളിലൊന്നാണ്. ജലാശയങ്ങളുടെ തീരത്തും നനവാർന്ന നിത്യഹരിത വനങ്ങളിലുമാണ് ഇവ വളരുന്നത്. റൂബിയേസി സസ്യകുടുംബത്തിൽ സിങ്കോണോയിഡെ വിഭാഗത്തിൽ പെടുന്ന ഇലപൊഴിയും മരമാണ് കടമ്പ്. അണ്ഡാകൃതിയിലുള്ള ഇലകൾ സമ്മുഖമായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലകൾക്ക് ഏകദേശം 25 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. മഴക്കാലത്തിന് മുന്നേ ഇവ വിരിയുന്നു. വേനൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവയുടെ ദളങ്ങൾ കൊഴിയുകയും പിന്നീട് കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വൃക്ഷത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും പൂക്കൾ കുലകളായി ഉണ്ടാകുന്നു. പൂക്കൾക്ക് ഓറഞ്ച് നിറമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മഞ്ഞക്കടമ്പ് എന്നുകൂടി വിളിക്കാറുണ്ട്. ചെറു സുഗന്ധമുള്ള പൂക്കളിൽ 5 ദളങ്ങൾ ഉണ്ട്. കർണങ്ങളും കേസരങ്ങളും 5 വീതം കാണപ്പെടുന്നു. ധാരാളം തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ആകർഷിക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ തടിക്ക് ബലക്കുറവുണ്ടെങ്കിലും ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഔഷധ ഗുണമുള്ളതാണ് ഇവയുടെ ഇലയും തൊലിയും വേരുമെല്ലാം. കണ്ണൂർ ജില്ലയിലെ കുപ്പംപുഴയുടെ തീരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് ഈ മഞ്ഞക്കടമ്പ്. കൊറോണ പൂക്കളെന്ന് വിളിക്കാറുണ്ടായിരുന്നു. ടെന്നീസ് ബോളിൻ്റെ ആകൃതിയിലുള്ള പൂക്കളാണ്, മനോഹരമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. 2 ആഴ്ചയോളമാണ് ഇവ പൂവിട്ട് നിൽക്കുക. പിന്നീട് കൊഴിഞ്ഞു പോവുകയും അടുത്ത വർഷത്തേക്ക് കാത്തിരിപ്പ് ആരംഭിക്കുകയും ചെയ്യും. ഇവയുടെ മരത്തിൻ്റെ വേരുകൾക്ക് മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. പുഴയോരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നതിനും ജലാശയങ്ങളുടെ സംരക്ഷണത്തിനും കടമ്പ് വൃക്ഷങ്ങൾ പ്രയോജനപ്പെടുത്താം എന്ന് ശാസ്ത്രീയമായി കണ്ടുവരും. പുരാണ മത സാംസ്കാരിക പാരമ്പര്യങ്ങളുമായി കടമ്പ് മരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ കഥകളിലെ കടമ്പ് മരം പുരാണങ്ങളിൽ ശ്രീകൃഷ്ണനെ പ്രതിപാദിക്കുന്നയിടത്ത് കടമ്പ് മരവും ബന്ധപ്പെട്ടിരിക്കുന്നു. രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പ് മരത്തിന് കീഴിലായിരുന്നു. ഗോപികമാരത്ത് ആറ്റിൻകരയിൽ ശ്രീകൃഷ്ണൻ ഉല്ലസിച്ചിരുന്നത് കടമ്പ് മരത്തിൻ്റെ തണലിലായിരുന്നു. പിരിഞ്ഞുപോയ കാമുകീ കാമുകന്മാരെ ഒന്നിപ്പിക്കാനാണ് ഈ വൃക്ഷത്തിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കടമ്പ് മരത്തിൻ്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി യമുന ആറ്റിലേക്ക് ചാടിയത്. അങ്ങനെ ഒട്ടനവധി കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പ് മരത്തിന് പറയാനുണ്ട്. ഗരുഡ കഥകളിലെ കടമ്പ് മരം പക്ഷിരാജാവായ ഗരുഡനെ ദേവലോകത്ത് നിന്ന് അമൃതമായി വരും വഴി യമുനാ നദിക്കരയിലെ കടമ്പ് മരത്തിലാണ് വിശ്രമിച്ചത്. ആ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയായി. പിന്നീട് കാളിയൻ്റെ വിഷമേറ്റ് യമുനാ നദിക്കരയിലെ വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പ് മരം മാത്രം ബാക്കിയായി. അമൃത് വീണതിനാലാണ് കടമ്പ് മരം ഉണങ്ങാതിരുന്നതെന്ന് കഥകൾ പറയുന്നു.